ആദ്യം അഡ്വക്കേറ്റ് കെ അരുൺകുമാറിലേക്ക്. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ SDRF-ൽ എത്ര രൂപ നീക്കിയിരിപ്പുണ്ട്? അതിന് സർക്കാരിന് ഉത്തരമുണ്ട്. 677 കോടി രൂപയാണ് വയനാടിന് കൊടുത്ത 95 കോടി രൂപ കൂടി കഴിച്ചാൽ ബാക്കി ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഫണ്ടിലുള്ളത്. എന്നാൽ ഈ ഫണ്ടിൽ നിന്നുള്ള പണം അടിയന്തരമായ ഒരു അത്യാഹിതമുണ്ടായാൽ നിങ്ങൾ എത്ര ചെലവഴിക്കും? വയനാടിനടക്കം എത്ര രൂപ നിങ്ങൾ കൊടുത്തു? ഇനി എത്ര രൂപ കൊടുക്കാൻ സാധ്യതയുണ്ട്? ഇനി എങ്ങനെയാണ് ഈ പണം വിനിയോഗിക്കുക? ഇത്തരം കാര്യങ്ങൾ ഹൈക്കോടതി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഉത്തരമില്ലാതെ പോയത്? ഉത്തരമില്ലാതെ സംസ്ഥാന സർക്കാർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. 667 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രത്തെ നിരന്തരം കുറ്റപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് സർക്കാരിന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് സാഹചര്യം എന്താണ്? ഇവിടെ ഹൈക്കോടതിയിൽ ഇന്നലെ വെള്ളിയാഴ്ച ഈ കേസ് വന്നിരുന്നു. അപ്പോൾ ഹൈക്കോടതി പ്രധാനമായിട്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ 29/7/2024 അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന്റെ തലേദിവസം നീക്കിയിരിപ്പ് SDRF-ൽ എത്രയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര രൂപയുടെ കമ്മിറ്റ്മെന്റുകൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്, അതുപോലെ വയനാടിനായിട്ട് എത്ര തുക കൊടുത്തു, വയനാടിന് ഇനി എത്ര തുക കൊടുക്കാൻ കഴിയും, പുനരധിവാസത്തിന് വേണ്ടി ഇനി എത്ര തുക വേണ്ടിവരും എന്നതാണ്. അപ്പോൾ ഇന്നലെ ഇതിൽ 2-3 ചോദ്യങ്ങൾ വന്നു. അപ്പോൾ തന്നെ ഗവൺമെന്റ് അഭിഭാഷകൻ ഒരാഴ്ച സമയം വേണം, കാരണം ഈ കമ്മിറ്റ്മെന്റുകൾ എത്ര വേണം എന്നത് ഒറ്റ ദിവസം കൊണ്ട് എടുത്തു പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം കേരളത്തിലെ ഇത്തരത്തിൽ ഒരു മൺസൂൺ പീരീഡിലാണ്, ശരിക്കും ജൂൺ മുതൽ ഡിസംബർ വരെയാണ് ഇത്തരത്തിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല ജില്ലയിൽ, പല പ്രദേശങ്ങളിൽ സംഭവിക്കുക. അപ്പൊ അവിടെ കളക്ടറേറ്റ് വഴി ചില കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാകും, കൃഷി വകുപ്പ് വഴി ചില കമ്മിറ്റ്മെന്റ് ഉണ്ടാകും, ക്ഷീരവകുപ്പ് വഴി ചില കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാകും. അതുപോലെ ആ പ്രകൃതി ദുരന്തത്തിന്റെയും പ്രകൃതിക്ഷോഭത്തിന്റെയും ഒക്കെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള കമ്മിറ്റ്മെന്റ്. അത് കണക്ക് കൂട്ടിയെടുക്കാൻ ഒരാഴ്ച സമയം വേണമെന്ന് ഇന്നലെ വെള്ളിയാഴ്ച സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കോടതി ഇന്ന് ശനിയാഴ്ച, ഹൈക്കോടതി വർക്കിംഗ് ആണ്, ഒരു വർഷത്തിൽ 1-2 ശനിയാഴ്ചകളിലാണ് ഇങ്ങനെ വർക്കിംഗ് ഡേ ആയിട്ട് വരാറ്. അപ്പൊ ഇന്ന് വർക്കിംഗ് ആണ്, ഇന്ന് പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഇന്നും ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇത് ഓരോ ജില്ലയിൽ നിന്നും അതിന്റെ ഇൻസ്ട്രക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് കൺക്ലൂഡ് ചെയ്ത് ക്രോഡീകരിച്ച് തരാൻ ഒരാഴ്ച സമയം വേണം എന്നതാണ് പറഞ്ഞത്. ഒരു തരത്തിലും രൂക്ഷമായിട്ടുള്ള വിമർശനം ഒന്നുമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി കേന്ദ്രത്തിന് കൊടുത്ത ഡീറ്റെയിൽഡ് റെപ്രസന്റേഷനിൽ തന്നെ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ എത്ര രൂപയുണ്ട് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം സുവോമോട്ടോ കേസിലും ഹൈക്കോടതി ചോദിച്ച ഘട്ടത്തിലുമെന്ന് ഹൈക്കോടതി ചോദിച്ചില്ലേ? കേന്ദ്രത്തെ ഇനി നിങ്ങൾ കുറ്റം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ രണ്ടു സർക്കാരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് എന്ന് ഇന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവും ഇന്ന് പാസ്സായി പുറത്തു വന്നിട്ടില്ല, ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല. പക്ഷേ വാദത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ വാദമധ്യേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ചോദ്യം ഞാൻ അത് പറയാം. കോടതി ചില സംശയങ്ങൾ ചോദിച്ചു. ആ സംശയത്തിന് കൃത്യമായിട്ട് തന്നെ ഉത്തരം സംസ്ഥാനത്തിന് വേണ്ടി ഗവൺമെന്റ് പീഡർ സമർപ്പിച്ചിട്ടുണ്ട്. ഇതേ ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ച് തന്നെയാണ് ചോദിച്ചത് കേന്ദ്രത്തോട്, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കൂ ഈ സംസ്ഥാന ഗവൺമെന്റിന്, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ റെപ്രസെന്റേഷൻ പരിഗണിക്കാത്തതെന്ന് കഴിഞ്ഞ മുൻ ദിവസങ്ങളിലെല്ലാം ഇതേ ബെഞ്ച് ചോദിച്ച അതേ ബെഞ്ച് തന്നെയാണല്ലോ ഇന്നും കേസ് പരിഗണിച്ചത്. ഇവിടെ എത്ര രൂപ അക്കൌണ്ടിലുണ്ട്, എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്, എത്ര രൂപ ഇനി ചെലവഴിക്കാൻ കഴിയും, അതുപോലെ മറ്റ് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 14 ജില്ലകളിലും എത്ര കമ്മിറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായിട്ടുള്ള കണക്ക് ഗവൺമെന്റിന്റെ കൈവശമുണ്ട്. അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒറ്റ ദിവസം തന്നെ 6-ാം തീയതി പറയുന്നു, 7-ാം തീയതി ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ 14 ജില്ലയിൽ നിന്നും ശേഖരിച്ചെടുക്കേണ്ട കണക്കിന്റെ ഒരു സാഹചര്യമുണ്ട്. അത് കണക്ക് കൃത്യമായി ശേഖരിച്ച് അടുത്ത വ്യാഴാഴ്ച കൊടുക്കും. നമുക്ക് വ്യക്തമാണല്ലോ, ഈ ഓഗസ്റ്റ് മാസം 17-ാം തീയതി കൊടുത്ത 35 പേജുള്ള ഡീറ്റെയിൽ റെപ്രസെന്റേഷനിൽ തന്നെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഇത്ര രൂപയേ ഉള്ളൂ, അതുകൊണ്ട് അടിയന്തര സഹായമായി 219 കോടി രൂപ. PDN കൊടുത്തത് നവംബർ 13-ന് മാത്രമല്ലേ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ? അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ റിക്കവറിയും റീകൺസ്ട്രക്ഷന്റെയും തുക സർക്കാരിന് വിനിയോഗിക്കാൻ കഴിയൂ? ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് നമുക്ക് BJP പ്രതിനിധിയിലേക്ക് കൂടി. പ്രശാന്ത് മലവയൽ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒറ്റ മിനിറ്റ് ഡോക്ടർ അരുൺ, ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ല,
എനിക്ക് ഓഗസ്റ്റ് 17 കൊടുത്ത റെപ്രസെന്റേഷനും നവംബർ 13 കൊടുത്ത റെപ്രസെന്റേഷനും എല്ലാം അത് ഏകദേശം മനസ്സിലാക്കിയിട്ടാണല്ലോ ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ആദ്യം കൊടുത്ത റെപ്രസെന്റേഷനിൽ പോലും അടിയന്തരമായിട്ട് കിട്ടേണ്ട സഹായം 219 കോടിയാണെന്നും ഞങ്ങളുടെ നിധിയിൽ ഇത്ര രൂപയുണ്ടെന്നും ആ റെപ്രസെന്റേഷനിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. നവംബർ മാസം 13 PDNA കൊടുക്കുമ്പോഴും 3 മാസത്തിനുള്ളിൽ PDNA കൊടുത്ത് 219 കോടി രൂപ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും വേണമെന്ന് കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വൈകിപ്പോയി, ഇതിൽ ഇന്നതേ ഉള്ളൂ, ഇതൊക്കെ തെറ്റായിട്ടുള്ള ന്യായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നെല്ലാം നടത്തി യഥാർത്ഥത്തിലുള്ള കോസ് നമ്മുടെ ആവശ്യം അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി. Debate with Dr. Arun Kumar.